റഹ്മത്തുള്ള. മാതാ തുഹിബു അൻ തക്കൂൻ, ജീവിതത്തിൽ നീ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അധ്യാപകൻ ക്ലാസ്സിലെത്തി കുട്ടികളോട് ചോദിച്ച സമയത്ത് പലരും പല സ്വപ്നങ്ങൾ പറഞ്ഞു. ചിലർ ലോക്കോ പൈലറ്റ് ആവണം, ചിലർ കപ്പിത്താനാവണം, ഡോക്ടറാവണം, കർഷകനാവണം, പട്ടാളക്കാരനാവണം, ബിസിനസ്മാൻ ആവണം, പണ്ഡിതനാവണം. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. ഒടുവിൽ അബ്ദുൽ കരീം എന്ന വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് ധനികനാവണം. അങ്ങനെ ഉസ്താദ് എല്ലാവരുടെയും ആഗ്രഹം കേട്ട് എല്ലാവരെയും ആശീർവദിച്ചു. അപ്പോൾ കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, അബ്ദുൽ കരീം പറഞ്ഞല്ലോ എനിക്ക് ധനാഢ്യനാവണം, കൊട്ടാരങ്ങളിൽ വസിക്കണം എന്നൊക്കെ, അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊന്ന് കേൾക്കുക. മാല് ധനം, സയ്യിദ് വിജയ്, വജബ നിർബന്ധമാവുക, ശുക്ർ നന്ദി, ആത്ത നൽകുക, അൻഫക ചിലവഴിക്കുക, സിറ് രഹസ്യം, ജഹർ പരസ്യം, ഇബ്തഗ ആഗ്രഹിക്കുക, മറലാത്ത് തൃപ്തി, ഹദമ സേവിക്കുക, ഹസദ് അസൂയ, സല്ലത്വ അധികാരപ്പെടുത്തുക, ഹലക്കത്ത് ചെലവഴിക്കുക, ഹിക്മത്ത് വിവേകം, ഖല ചെലവഴിക്കുക, ഖനി ധനികൻ, റഫ ഉയർത്തുക, ഇജ്തഹദ പരിശ്രമിക്കുക, ഹക്ക് നന്മ. ഇങ്ങനെയൊക്കെയാണ് ഇതിലെ അർത്ഥങ്ങൾ. ഓക്കെ, അപ്പോൾ ഉസ്താദ് എല്ലാവരെയും ആശീർവദിച്ചു, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ഖാലത്തലാമീദ്. അപ്പോൾ കുട്ടികൾ ചോദിക്കാണ്, മാതാ തഖൂൽ, എന്താണ് താങ്കൾ പറയുന്നത്? അയ്യഹൽ ഉസ്താദ്, ഉസ്താദെ, എന്താണ് നിങ്ങൾ പറയുന്നത്? ആൻ അബ്ദുൽ കരീം, അബ്ദുൽ കരീമിനെ കുറിച്ചും, വ ഖസ്രിഹി, അവൻ്റെ കൊട്ടാരത്തെക്കുറിച്ചും. അപ്പോൾ അവനെക്കുറിച്ചും അവൻ്റെ കൊട്ടാരത്തെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വ ഖാലൽ മുഅല്ലിം, ഉസ്താദ് പറഞ്ഞു, അധ്യാപകൻ പറഞ്ഞു, അൽ മാലു, മക്കളെ, അൽ മാലു ധനം, ധനം എന്നത് നിഅമത്തുൻ, അത് അനുഗ്രഹമാണ്, മിനല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന്, യജിബു അലൈഹ, അതിൻ്റെ മേൽ നിർബന്ധമാണ്, അശുക്രു, അവനെ ശുക്ർ ചെയ്യൽ, അള്ളാഹുവിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ്, യജിബു നിർബന്ധമാണ്, അലൈഹ ആ നിഅമത്തിൻ്റെ മേൽ അശുക്രു ശുക്ർ ചെയ്യൽ, അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ സയ്യിദുൻ ജിദ്ദ, വളരെ വിജയിയാണ്. സയ്യിദുൻ എന്ന് പറഞ്ഞാൽ വിജയിയാണ്, ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ. അപ്പോൾ വളരെ വിജയിയാണ് ആര്? മൻ, ഒരുത്തൻ, ആതാഹു, അള്ളാഹു അവനിക്ക് നൽകിയിരിക്കുന്നു, ആതാഹുല്ലാഹു, അള്ളാഹു അവനിക്ക് നൽകിയിരിക്കുന്നു, മാലൻ, എന്തിനെ? ധനത്തെ. അങ്ങനത്തെ ഒരുത്തൻ വളരെ വിജയിയാണ്. എങ്ങനത്തെ ആളാണ് അവൻ? അള്ളാഹു അവനിക്ക് ധനം നൽകി. എന്നിട്ടോ ഫഹുവ, അവൻ യുൻഫിഖു, അവൻ ചെലവഴിക്കുന്നു, മിൻഹു, ആ ധനത്തിൽ നിന്നും, സിറം വ ജഹ്റ, പിന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവൻ ആ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട്. ഏതൊരവസ്ഥയിൽ? വയബ്തഗി, അവൻ ആഗ്രഹിക്കുന്ന, ചെലവഴിക്കുന്ന ആൾ ആഗ്രഹിക്കുന്നു, ബിഹി, അതുകൊണ്ട്, ആ ധനം ചെലവഴിക്കൽ കൊണ്ട് ആഗ്രഹിക്കുന്നു, മർലാത്തല്ലാഹി, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വയഹ്ദിമു, അവൻ സേവനം ചെയ്യുന്നു, ബിഹി, ആ ധനം കൊണ്ട്, അൽ ഇസ്ലാമ, ഇസ്ലാമിന്. അങ്ങനത്തെ ഒരുത്തൻ എത്ര വിജയിയാണ്. അപ്പോൾ അള്ളാഹു ഒരുത്തന് ധനം നൽകി, അവൻ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ഇസ്ലാമിനെ സേവിച്ചുകൊണ്ട് അവൻ്റെ ധനം ചെലവഴിക്കുന്നു. അങ്ങനത്തെ ആൾ എത്രമാത്രം വിജയിയാണ് എന്ന് ഉസ്താദ് പറയാണ്. അതുമാത്രമല്ല, വഖദ് ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഹദീസ് ഷെരീഫ്, പരിശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്, ലാ ഹസദ, അസൂയയില്ല, ഇല്ലാ ഫിത്നൈനി, രണ്ട് കാര്യങ്ങളിലല്ലാതെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അസൂയ വെക്കാം. അവനോട് അസൂയ വെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസൂയൻ്റെ അർത്ഥം അവൻ മറ്റുള്ള ആളുടെ ധനം പിന്നെ ഇല്ലാതായിട്ട് സ്വന്തം ഉണ്ടാവാനല്ല, മറിച്ച് അവനെപ്പോലെ തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ. അതാണ് ഇവിടെ ഹസദിൻ്റെ ഉദ്ദേശം, ഹസദ് എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ആ ഹസദ്, അങ്ങനെ ഹസദ് ഇല്ല, ഇല്ലാ ഫിത്നൈനി, രണ്ട് കാര്യങ്ങളിലല്ലാതെ. അപ്പോൾ നമുക്ക് രണ്ടാളുകളോട് നമുക്ക് അസൂയ വെക്കാം. ആരാണ് രണ്ട് പേര്? അതിൽ ഒന്ന് റജുലൻ, ഒരാൾ, ആതാഹുല്ലാഹു, അള്ളാഹു അവനിക്ക് നൽകി, മാലൻ, ധനത്തെ. എന്നിട്ടോ ഫസല്ലത്തഹു, എന്നിട്ട് അവനെ അധികാരപ്പെടുത്തി, അലാ ഹലക്കത്തിഹി, ആ ധനം ചെലവഴിക്കുന്നതിന് മേൽ അവനെ അധികാരപ്പെടുത്തി, ഫിൽ ഹക്കൈ, സത്യത്തിൻ്റെ മാർഗത്തിൽ ആ ധനം ചെലവഴിക്കുന്നതിന് മേൽ അവനെ അധികാരപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എപ്പോഴും സത്യത്തിൻ്റെ ഹക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ പണം ചെലവഴിക്കാറ്. അങ്ങനത്തെ ആളോട് നമുക്ക് അസൂയ വെക്കാം, അഥവാ അങ്ങനത്തെ ആളെപ്പോലെ എന്നെയും ആക്കണേ എന്ന് അള്ളാഹുവിനോട് പറയാം. രണ്ടാമത്തെ ആളോട് അസൂയ വെക്കുക. രണ്ടാമത്തെ ആളാരാണ്? റജുലിൻ, ഒരു മനുഷ്യനാണ്, മനുഷ്യനോടാണ് അസൂയ വെക്കുക. ആതാഹുല്ലാഹു, അള്ളാഹു അവർക്ക് നൽകി, ഹിക്മത്തൻ, ബുദ്ധിയെ, വിവേകം നൽകിയിരിക്കുന്നു, ഫഹുവ, അവൻ യഖ്ലി ബിഹ, ആ ബുദ്ധി കൊണ്ട്, ആ വിവേകം കൊണ്ട് അവൻ ചെലവഴിക്കുന്നുണ്ട്, വ യു അല്ലിമു, അവൻ പഠിപ്പിക്കുന്നുമുണ്ട് മറ്റുള്ളവരെ, ആ ഒരു ബുദ്ധിയെ, വിവേകത്തെ മറ്റുള്ള ആളുകൾക്ക്
പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളോട് നമുക്ക് അസൂയ വെക്കാതെ അവനെ പോലെ എന്നെയും ആക്കിത്തരണമേ എന്ന് പറയാം. മനസ്സിലായോ? ആ ഉസ്താദ് ആ ഹദീത്ത് വായിക്കാണ്. വഖദ് ഖാന സയ്യിദുന ഉസ്മാൻ, ഉസ്താദ് വീണ്ടും പറയുകയാണ്, വഖദ് ഖാന ആയിരുന്നു, വഖദ് ഖാന തീർച്ചയായിട്ടും, വഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, വഖദ് തീർച്ചയായിട്ടും ഖാന ആയിരുന്നു സയ്യിദുന ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖനിയൻ ധനാഢ്യനായിരുന്നു. സയ്യിദുന നമ്മുടെ നേതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആയിരുന്നു ഖനിയൻ, അദ്ദേഹവും ധനാഢ്യനായിരുന്നു, ധനികനായിരുന്നു. വറഫ അബ്ദുൽ കരീം, അപ്പോൾ നേരത്തെ അഭിപ്രായം പറഞ്ഞു, അഥവാ എനിക്ക് ധനാഢ്യനാവാം, കൊട്ടാരങ്ങളിൽ വസിക്കണം എന്ന് പറഞ്ഞ അബ്ദുൽ കരീം റഫ അവൻ ഉയർത്തി, റഫ അബ്ദുൽ കരീം ഉയർത്തി സഹു തൻ്റെ തല വഖാല എന്നിട്ട് പറഞ്ഞു, അവൻ നേരത്തെ അവൻ നാണിച്ച് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു അല്ലേ. ഉസ്താദ് പറഞ്ഞപ്പോൾ അവൻ തല ഉയർത്തി വഖാല എന്നിട്ട് പറഞ്ഞു, അജ്തഹിദു തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കും. ഇജ്തഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, അജ്തഹിദു എന്ന് പറഞ്ഞാൽ ഞാൻ പരിശ്രമിക്കും. അജ്തഹിദു എന്ന് പറഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന കാലത്ത് ഞാൻ പരിശ്രമിക്കും. അജ്തഹിദു ഇനി വരാൻ പോകുന്ന കാലത്ത് ഞാൻ പരിശ്രമിക്കും. അൻ അഖ്ദിമ ഞാൻ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, അൽ ഇസ്ലാമ ഇസ്ലാമിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, ബിമാലി എൻ്റെ ധനം കൊണ്ട്. അപ്പോൾ എൻ്റെ ധനം കൊണ്ട് എനിക്ക് കുറേ ധനം ഉണ്ടാവും, ആ ധനം കൊണ്ട് ഇസ്ലാമിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരാൻ പോകുന്ന കാലത്ത് പരിശ്രമിക്കും. വഅബ്തഗി ബിഹി ഞാൻ ആ ചെലവഴിക്കുന്നത് കൊണ്ട്, വഅബ്തഗി ഞാൻ ആഗ്രഹിക്കും, ബിഹി അതുകൊണ്ട്, അഥവാ ആ ചെലവഴിക്കൽ കൊണ്ട് ഞാൻ ആഗ്രഹിക്കും, മർളാത്ത് അല്ലാഹ് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക, അല്ലാതെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ ധനം ചെലവഴിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരുപാട് ധനം തരട്ടെ, എന്നിട്ട് ആ ധനം കൊണ്ട് ഇസ്ലാമിനെ സേവനം ചെയ്യാനും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കാനും ഞാൻ ആഗ്രഹിക്കും, ഞാൻ പരിശ്രമിക്കുമെന്ന് അബ്ദുൽ കരീം പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കഥ മനസ്സിലായിട്ടുണ്ടാവും. ഇതിലെ മുഫ്രദാത്ത്, തലാമീദ്, സൊഫ്, ഇതൊക്കെ ഇതിൽ ഈ കാണുന്ന വാക്കുകളൊക്കെ ഇതിലെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ചോദ്യോത്തരങ്ങളാണ്, അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഒന്നാമത്തെ ചോദ്യം, മാതാ തുഹൈബു അൻ തകൂന ഫിൽ മുസ്തഖ്ബൽ, മാതാ തുഹൈബു നീ എന്താണ് ആഗ്രഹിക്കുന്നത്, അൻ തകൂന നീ ആവാൻ ഫിൽ മുസ്തഖ്ബലി ഭാവിയിൽ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഒഹിബു ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അക്കൂന ഞാൻ ആവാൻ, എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവിടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഫിൽ മുസ്തഖ്ബിൽ എഴുതാം. ഓക്കെ, ഒഹിബു അൻ അക്കൂന, എന്നിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത്, എന്നിട്ട് അതിൻ്റെ ശേഷം ഫിൽ മുസ്തഖ്ബിൽ എഴുതി കൊടുക്കുക. ഓക്കെ. രണ്ടാമത്തത്, മാതാകാല ഖാലിദ് എന്താണ് പറഞ്ഞത്, ലമ്മ ഖൈലഹു അവനോട് പറയപ്പെട്ട സമയത്ത്, മാതാ തുഹൈബു അൻ തകൂന ഫിൽ മുസ്തഖ്ബിൽ ഭാവിയിൽ നീ എന്താണ് ആവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഖാലിദിനോട് ചോദിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്. അപ്പോൾ ഖാലിദ് പറഞ്ഞു, ഉത്തരം പറയാണ്, കാല ഖാലിദ് യുഹിബു അൻ യകൂന ജുന്ദിയൻ ഖവിയൻ. ഓക്കെ, ഖാല ഖാലിദ് യുഹിബു അൻ യകൂന ജുന്ദിയൻ ഖവിയൻ എന്ന് പറഞ്ഞു. ലമ്മ ഖൈല ലഹു മാതാ തുഹിബു അൻ തകൂന ഫിൽ മുസ്തഖ്ബൽ. ഓക്കെ, അതാണ് അതിന് ഉത്തരം. മനസ്സിലായോ? ഖാല ഖാലിദ് യുഹിബു അൻ യകൂന ജുന്ദിയൻ ഖവിയൻ ലമ്മ ഖൈല ലഹു മാതാ തുഹിബു അൻ തകൂന ഫിൽ മുസ്തഖ്ബൽ. മൂന്നാമത്തെ, മാതാ കാന ജവാബു അഹ്മദിൻ്റെ ഉത്തരം എന്തായിരുന്നു, ലിസുആലിൽ ഉസ്താദിൻ്റെ ചോദ്യത്തിന്. അപ്പോൾ കൈഫ റദ്ദ അലൈഹി അബ്ദുറഹ്മാൻ എങ്ങനെയാണ് അത് എതിർത്തത്. അപ്പോൾ കാന ജവാബു അഹ്മദ്, ഉത്തരമാണ് പറയുന്നത്, കാന ജവാബു അഹ്മദ് യുരീദു അൻ യകൂന സായിഖൻ ഫിൽ ഖിതാർ. മനസ്സിലായോ? കാന ജവാബു അഹ്മദ് യുരീദ് അലൈഹി ഹുവ എന്നിട്ടെടുത്തു, കാന ജവാബു അഹ്മദ് ഹുവ യുരീദു അൻ യകൂന സായിഖൻ ഫിൽ ഖിതാർ. ഓക്കെ. പിന്നെ വറദ്ദ അലൈഹി അബ്ദുറഹ്മാൻ ഇന്ന സായിഖൽ ഖിതാർ ഫി തഅബിൻ അലൈമിൻ വഹരിൻ ജഹീം. ഓക്കെ, വറദ്ദ അബ്ദുറഹ്മാൻ ഇന്ന സായിഖൽ ഖിതാർ ഫി തഅബിൻ അലൈം വഹരിൻ വജഹീം. അതാണ് ഉത്തരം. നാലാമത്, മാതാ അജാബ അബ്ദുൽ കരീം എന്താണ് ഉത്തരം നൽകിയത്, വലിമ ഖജല എന്തിനാണ് അവൻ ലജ്ജിച്ചത്. ഉത്തരം, അജാബ അബ്ദുൽ കരീം അൻ യകൂന ഖനിയൻ കബീറ. ഓക്കെ, അതാണ് അതിന് ഉത്തരം. വലിമ ഖജില പിന്നെ എന്തിനാണ് അവൻ ലജ്ജിച്ചത്. വഖജില അബ്ദുൽ കരീം ലമ്മ വഹിക്കൽ ഔലാദ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത്. അജാബ അബ്ദുൽ കരീം അൻ യകൂന ഖനിയൻ കബീറ വഖജില ലമ്മ വഹിക്കൽ ഔലാദ്. ഇനി അഞ്ചാമത്തേത്, മാതാ ഖാലൽ ഉസ്താദ് അഖീറൻ ജമീഅ തുല്ലാബ്, ഉസ്താദ് അവസാനമായിട്ട് കുട്ടികളോട് എന്താണ് പറഞ്ഞത്. ഖാലൽ ഉസ്താദ് അഖീറൻ ജമീഅ തുല്ലാബ് എന്ന് പറഞ്ഞ് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, അൽ മാലു നിഅമത്തു മിനല്ലാഹ് യജിബു അലൈഹി ശുക്ർ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക,
വയഖ്ദിമു ബിഹിൽ ഇസ്ലാം എന്ന് വരെ കൊടുത്താൽ മതി. മനസ്സിലായോ? ആദ്യത്തെ 2.5 വരി നിങ്ങൾ എഴുതുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ജമ്മ് കാണാവുന്നതാണ്, മുഫ്രദ് അതിൻ്റെ ജമ്മ് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ 4 വാക്കുകൾ ജുംലയിൽ പ്രയോഗിക്കണം. നഫ, ഖദമ, മജ്ജാനൻ, ആശ എന്നീ 4 വാക്കുകൾ. ഉപകാരം എടുക്കുക, ഖദമ സേവിക്കുക, മജ്ജാനൻ ഫ്രീ ആയിട്ട്, ആശ ജീവിക്കുക. ഈ 4 വാക്കുകൾ ഒരു ജുംലയിൽ നിങ്ങൾ പ്രയോഗിക്കുകയും വേണം. ഓക്കെ. അതുപോലെ മാതാ തുരീദു അൻ തഅമൽ ബഅദ ഇന്തിഹായി ദൗറത്തി തഅല്ലും ഖദമത്തൽ ലിൽ ഉമ്മത്തിൽ മുസ്ലിമ, നിങ്ങളുടെ പഠനത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാനാണ്, എന്ത് സംഭാവനകൾ അർപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഇസ്ലാമിനെ സഹായിക്കുക എന്ന പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ 6 വരിയുള്ള ഒരു ഖണ്ഡിക എഴുതുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.